പുതിയ സർക്കാരിൽ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൽ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ അല്ല. നല്ല കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് നല്ല കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന നിലപാടെടുക്കുന്ന സർക്കാരാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് പറയേണ്ടി വരും. അതിനൊരു കാരണം കൂടിയുണ്ട്. KSRTCയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന ഒരു കാര്യം വരികയും അത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. ഗ്രാമവണ്ടി അടക്കമുള്ള നല്ല പദ്ധതികൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതൊരു ഭരണം അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തും അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും ആ കാര്യങ്ങൾ നിലനിർത്താൻ കഴിയണം. മോശമെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം നിൽക്കുക. അല്ലെങ്കിൽ പുതിയൊരു സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സർക്കാർ ചെയ്തതെല്ലാം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. അത് ശരിയല്ല. അതുപോലെ തന്നെ ഏത് വിഷയത്തിലും വിമർശിക്കുന്ന പ്രതിപക്ഷവും ശരിയല്ല. നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിച്ച് തന്നെ എല്ലാ മുന്നണികളും മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു വികസനത്തിലേക്ക് രാജ്യവും സംസ്ഥാനവും ഒക്കെ എത്തുന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കോൺഗ്രസിനെയൊക്കെ എടുത്തു പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ച പദ്ധതികൾ, ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള വിഷയത്തിൽ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുക്കുമ്പോൾ പോലും കോൺഗ്രസ് എടുത്ത സ്ത്രീപക്ഷ നിലപാട്, ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കാൻ സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് 100 പ്രാവശ്യം പറയുകയോ PR കപ്പിൽ ചായ കുടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് മനസ്സിലാക്കി തന്നു. മറുവശത്ത് ഇപ്പൊ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതി കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ LDF സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാൻ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ശ്രമിക്കുന്നു. അതുമായി മുന്നോട്ട് പോകുന്നില്ല. സാധാരണക്കാരായ സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരതയാണ് എന്ന് കഴിഞ്ഞ സർക്കാർ അല്ലെങ്കിൽ നിലവിലെ പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയും. മുഖ്യമന്ത്രി പറയുന്നത് പഠിച്ചിട്ട് കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് പഠിക്കാമെന്ന് പറയുമ്പോൾ പോലും പ്രതിപക്ഷം അതൊരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് വയ്ക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഒരു സർക്കാരിന്റെ തുടർച്ചയാണ് പിന്നീട് വരുന്ന സർക്കാരുകൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും അത് ഒഴിവാക്കി മറ്റു പുതിയ കാര്യങ്ങളിലേക്ക് പോകാൻ ഒരു സർക്കാരുകൾക്കും കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒന്ന്, ഇന്ദിരാ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട KSRTCയിലെ ബസ്സിലെ സൗജന്യ യാത്രാ പദ്ധതി. ഇത് വലിയ വിജയമായി കേരളത്തിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പെൺകുട്ടികൾക്ക് സൗജന്യമായി ഒരു മാസം 1000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഉടൻ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ തുക വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിയും. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് സ്ത്രീകൾക്ക്, ജോലിയില്ലാത്ത സ്ത്രീകൾക്ക്, ഒരു പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്ക് മാസം 1000 രൂപ അക്കൗണ്ടിൽ എത്തുന്ന ഒരു പദ്ധതിക്ക് ആ സർക്കാർ തുടക്കം കുറിച്ചത്. അത് നിർത്തലാക്കുന്നു എന്നൊരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു പരാതിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതിനു മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹം പറഞ്ഞത് പഠിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്നാണ്. എന്തായാലും അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായി പഠിച്ചിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് UDF സർക്കാർ കാണിക്കില്ല. കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ആശ്വാസം പകരുന്ന ഒരു പദ്ധതിയായിരുന്നു ആ പദ്ധതി എന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ത്രീപക്ഷ നിലപാട് കപടതയല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനും അതോടൊപ്പം തന്നെ UDFനും ഉണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കേരളത്തിലെ സമാനതകളില്ലാത്ത തരത്തിൽ ഒരു MLA, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു MLA പെൺകുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി അവരെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ കേരളം ഒന്നടങ്കം കേട്ട സമയത്തും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ബോൺ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിനകത്തെ സ്ത്രീ വിമോചകർ എന്ന് പറയുന്ന സ്വയം ഫെമിനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ രംഗത്ത് വന്നത് കണ്ടതാണ്. ഇത്തരം ക്രിമിനലുകളുടെ, ആ സ്ത്രീകൾ പോലും ക്രിമിനലുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, ഇത്തരം ക്രിമിനലുകളുടെ ബോൺ ക്രിമിനലുകളെ, ഒരു ബോൺ ക്രിമിനലിനെ സംരക്ഷിക്കാൻ മറ്റ് ബോൺ ക്രിമിനലുകൾ ഒരുമിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനും ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്നത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഇച്ഛാശക്തിയുള്ള, ത്രാണിയുള്ള, നട്ടലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പിന്തുണയല്ല അടിസ്ഥാന ഘടകം. എത്ര ഉന്നതനായാലും സ്ത്രീയുടെ മാനത്തിന് വില പറയുന്നവൻ ഈ പാർട്ടിക്ക് പുറത്താണെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. പക്ഷെ അത്തരത്തിൽ കോൺഗ്രസ് ചങ്കൂറ്റം കാണിക്കുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു ക്രിമിനലിനെ അനുകൂലിക്കുന്ന ആളുകളും കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക്
കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയാൻ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തിന്റെ പേര് പറഞ്ഞ് CPM-നെ വിമർശിക്കാൻ ഒരു അധികാരവുമില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ല, മറുവശത്ത് മറ്റൊരു ചോദ്യമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ സ്ത്രീപക്ഷ നിലപാടെന്നോ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞുള്ള എന്ത് യോഗ്യതയാണ് LDF-നും ഇടത് സർക്കാരിനുള്ളത്? തീവ്രത അളക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള മിഷനുമായി നടക്കുന്ന LDF-ന് എന്ത് സ്ത്രീപക്ഷ നിലപാടാണുള്ളത്? PR കപ്പിൽ ചായ കുടിച്ചാൽ അത് സ്ത്രീപക്ഷ നിലപാടാകും? അത്തരത്തിലൊരു ചോദ്യം പൊതുജനം ഉന്നയിക്കുമ്പോൾ അതിന്റെ മറുപടി ഇതേ തീവ്രത അളന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ച അതേ ആള് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പോയിട്ട് പൂമാലയിട്ട് സ്വീകരിച്ചു? അദ്ദേഹത്തെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം ആലേഖനം ചെയ്ത ചർക്ക ആലേഖനം ചെയ്ത ത്രിവർണ്ണ പതാക കയ്യിലേന്തി ഈ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചെന്ന ചോദ്യത്തിന് കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയണം. അവിടെ കോൺഗ്രസിന് ഉത്തരമില്ലല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അവിടെ മാറുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അവിടെ നിലപാടില്ലാത്ത ഒരു പാർട്ടി. തീർച്ചയായും അവിടെ കോൺഗ്രസ് നിലപാട് അത് ജനങ്ങൾ തിരിച്ചറിയും. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ MLA വനിതാ MLA ആയിരുന്നു ഉമാ തോമസിനെ, കോൺഗ്രസിനോട് സഹകരിച്ചിരുന്ന വടകര MLA KK രമയെ, ഷാനിമോൾ ഉസ്മാനെ, ബിന്ദു കൃഷ്ണനെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ, ഷമാ മുഹമ്മദിനെ അടക്കം തെറി പറഞ്ഞ കോൺഗ്രസ് സൈബർ അണികളുണ്ട്. അത്തരക്കാർക്കൊന്നും കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ള യാതൊരു അർഹതയുമില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഈ സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീപക്ഷ നിലപാടുകൾക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകും. പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിപക്ഷത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. കാരണം അതോടൊപ്പം നേരത്തെ ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതി നിർത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് നിർത്തുകയാണെങ്കിൽ ഈ സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരും. പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കും. അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പ്രതിമാസ 1000 രൂപ പദ്ധതി അത് ഉടൻ തന്നെ നടപ്പിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു. ആശാ വർക്കർമാരുടെ വേതനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കൃത്യമായി പഠിച്ച് ബാക്കി കൂടി നടപ്പിലാക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സർക്കാർ ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്ന നിലപാട് ആരെതിർത്താലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ തയ്യാറാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം അടക്കത്തിന്റെ വിഷയത്തിലടക്കം സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിന്റെ നിലപാട് കേരളം കണ്ടതാണ്. ആ നിലപാടിന് കൂടിയാണ് ഇത്തവണ കേരളം വോട്ട് ചെയ്തത്. എന്തായാലും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷ നിലപാട് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷ നിലപാട് അത് കേരളത്തിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കുമോ എന്നൊക്കെ നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ കാണാം. ഈ സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തിന്റെ അംഗബലമൊക്കെ കുറവാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ വെല്ലുവിളികൾ ഉണ്ടാകും. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് തെരുവിൽ വലിയ സമരങ്ങൾ ഉണ്ടാകും. ആ സമരങ്ങളൊക്കെ പലപ്പോഴും മറികടക്കേണ്ട സാഹചര്യം വരും. പക്ഷെ ആ സമരങ്ങളെയൊക്കെ മറികടന്ന് എടുക്കുന്ന നിലപാട് നടപ്പിലാക്കാൻ ത്രാണിയുള്ള സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? പൂർണ്ണമായി എടുക്കുന്ന എല്ലാ നിലപാടും നടപ്പിലാക്കാൻ കഴിയുന്ന സർക്കാരാണോ എന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് വിലയിരുത്താനായിട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം ആദ്യ ഘട്ടത്തിൽ പൂർണ്ണമായി ഉറപ്പിച്ച് പറയാമായിരുന്നു എടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന എന്ത് കാര്യവും നടത്തുന്ന സർക്കാരാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എന്ന്. എന്നാൽ PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, അതുകൊണ്ട് എടുക്കുന്ന എല്ലാ നിലപാടും നടക്കണമെന്നില്ല, പ്രസംഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് പലതും പ്രസംഗത്തിന്റെ മാത്രം ഭാഗമാണ് എന്ന് മന്ത്രിമാർ പോലും പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിലുള്ള വിശ്വാസം ഇല്ലാതായി എന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല. അല്ലെങ്കിൽ അധികാരത്തിലേറിയ ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ 1.5 മാസത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ ജനപക്ഷ നിലപാടാണ് കൂടുതലും മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ പോലും PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിനെ തിരിഞ്ഞു കൊത്താനുള്ള സാധ്യതയുണ്ട്. അത് സർക്കാർ തിരുത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ സ്ത്രീകളുടെ കാര്യം എടുക്കുമ്പോൾ സ്ത്രീപക്ഷ നിലപാടുള്ള പാർട്ടിയാണോ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി എന്ന് ചോദിക്കുമ്പോൾ ഒരു പരിധിവരെ സ്ത്രീപക്ഷ നിലപാട്, ഒരു പരിധിവരെ എന്ന് പറയുന്നത് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച LDF-ൽ നിന്ന് ആരോപണ വിധേയനായി അല്ലെങ്കിൽ തീവ്രത അളന്ന ആളിനെ കൊണ്ട് കോൺഗ്രസിൽ മത്സരിപ്പിച്ചതിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസിൽ ആർക്കെങ്കിലും എതിരായി ഒരു ആരോപണം ഉണ്ടായാൽ കോൺഗ്രസ് അപ്പോഴും സ്ത്രീപക്ഷ നിലപാടെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ ഏത് കൊലകൊമ്പനെതിരെ അല്ലെങ്കിൽ ഏത് കൊലകൊമ്പനെതിരെ ആരോപണം ഉണ്ടായാലും ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരിക്കലും സ്ത്രീ വോട്ടർമാരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എടുക്കില്ല. അവർ സ്ത്രീകൾക്കൊപ്പമുള്ള നിലപാടായിരിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പോലും സ്ത്രീകളെ സ്വാധീനിക്കുക എന്നതിനപ്പുറത്തേക്ക് സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമ്പോൾ പോലും പുരുഷന്മാരുടെ ഉള്ളിൽ ഇന്നും സ്ത്രീകൾ അവർക്കൊപ്പം എത്തിയിട്ടില്ല. സ്ത്രീകൾ പിന്നിൽ നിൽക്കുന്നവരാണ്. അവരെ ഉന്നമനത്തിന് വേണ്ടി തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഇന്ദിര എന്ന പേര് അതൊരു സ്ത്രീയുടെ പേരാണ്.
ആ പദ്ധതിക്ക് പ്രിയദർശിനി എന്ന പേര്. ആ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനം തന്നെയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ എടുത്തു പറയേണ്ടത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകളെ സമൂഹത്തിന് മുൻനിരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പല പദ്ധതികളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീപക്ഷ നിലപാടായിരിക്കും ഈ സർക്കാരിൻ്റെതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകൾക്കൊപ്പം തന്നെ ആയിരിക്കും ഈ സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ നിർത്തലാക്കുമെന്നൊരു തോന്നലും എനിക്കില്ല. മുഖ്യമന്ത്രി പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം വെച്ച് മുഖ്യമന്ത്രി പഠിച്ചിട്ട് കാര്യങ്ങൾ പറയും എന്ന് നമുക്ക് വിശ്വസിക്കാം. മറുവശത്ത് പറയുന്ന എല്ലാ കാര്യവും നടപ്പിലാക്കാൻ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്.